ക്രൈസ്തവ മതവിശ്വാസികൾ പുതിയ വിശുദ്ധം വന്നിട്ടുണ്ട്. പുതിയ ആള് വളരെ പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നമുക്ക് വാർത്തയിൽ നിന്ന് കേട്ടു നോക്കാം. അപ്പോൾ പ്രിയമുള്ളവരെ, കത്തോലിക്ക സഭ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന കാർലോ അക്യൂട്ടിസിന്റെ നാമധേയത്തിൽ കേരളത്തിൽ ഒരു ആരാധനാലയമുണ്ട്. 15 വയസ്സേ ഉള്ളൂ. അല്ല നൈക്കിന്റെ ഷൂവും അല്ല ജീൻസും ഒക്കെ ധരിച്ച് ആണ് മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. കാർലോ അക്യൂട്ടിസിന്റെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ പോവുക. കൊച്ചി കാക്കനാട് പള്ളിക്കരയിലാണ് പുതിയ പള്ളി. വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഇന്ന് വൈകിട്ട് ദേവാലയം ആശീർവദിക്കും. നമ്മുടെ സജു ദേവസ്യയുണ്ട്. സജു ദേവസ്യ ഇങ്ങനെ ഒരു വിശുദ്ധനാക്കപ്പെടുന്ന ഒരാൾ കത്തോലിക്ക സഭയിൽ തന്നെ ഉണ്ടാവില്ല. 15 വയസ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. മില്ലേനിയം കിഡാണ്. എനിക്ക് തോന്നുന്നു 1986 ശേഷമാണ് ജനനം. 2006 അപ്പോഴേക്ക് അദ്ദേഹം മരിച്ചു പോകുന്നുണ്ട്. അതിന് മുൻപ് തന്നെ എനിക്ക് തോന്നുന്നു 1990 മറ്റോ ആണ് ജനിച്ചിട്ടുണ്ടാവുക. മില്ലേനിയം കിഡായ വിശുദ്ധനായി ഉയർത്തപ്പെടുന്ന ആളാണ് കാർലോ അക്യൂട്ടിസ്. അദ്ദേഹത്തിന് പേരിൽ ഒരു പള്ളിയുണ്ട് എന്നുള്ളത് കൗതുകകരമാണ്. ആ പള്ളിയുടെ വിശേഷങ്ങളൊന്ന് പറഞ്ഞാൽ സജു. ഡോക്ടർ കുമാർ, ദൈവത്തിന്റെ ഇൻഫ്ലുവൻസർ എന്നാണ് കാർലോ അക്യൂട്ടിസ് അറിയപ്പെടുന്നത്. അതിൽ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത മില്ലേനിയൽസിന്റെ വിശുദ്ധൻ എന്ന് വേണമെങ്കിൽ പറയാം. 91 ജനിച്ചത്. അങ്ങനെ വരുമ്പോൾ ആ കാലത്തിൽ ജനിച്ചതിന് ശേഷം വിശുദ്ധരാകുന്ന ആദ്യ വ്യക്തി എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ഈ പള്ളിയിലാണ് നിൽക്കുന്നത്. കാക്കനാട് പള്ളിക്കരയിലാണ് കാർലോ അക്യൂട്ടിസ് പള്ളിയുള്ളത്. ഇന്നാണ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുക. ഈ ദേവാലയം ഇവിടെ ഇന്ന് വൈകിട്ട് ആശീർവാദ കർമ്മം ഉൾപ്പെടെ നടക്കും. നമുക്ക് ഈ രൂപം സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം ഫുട്ബോളും ഒക്കെ കൈവശമുണ്ട്. അപ്പോൾ ഫുട്ബോളിനെയും ഗെയിമുകളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പം നൂതന സാങ്കേതിക വിദ്യ വിശ്വാസത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തി. അതാണ് സഭ ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത്. വരാപ്പുഴ, അതായത് വരാപ്പുഴ റോമൻ കത്തോലിക് ലാറ്റിൻ ചർച്ചിന്റെ കീഴിലാണ് ഈ പള്ളി. ഇന്ന് വൈകിട്ട് 5 കൂടിയാണ് ഇതിന്റെ വെഞ്ചിരിപ്പ് കർമ്മം, മറ്റ് ആശീർവാദ കർമ്മങ്ങൾ വരാപ്പുഴ അതിരൂപതയുടെ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ നിർവഹിക്കുക. നമ്മളോടൊപ്പം ഈ പള്ളിയിലെ പ്രതിനിധികൾ കൂടി ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് കാർലോ അക്യൂട്ടിസിന്റെ നാമധേയത്തിലുള്ള ഒരു പള്ളിയായി ഇത് മാറി? അദ്ദേഹത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഡിജിറ്റൽ യുഗത്തിലെ വിശുദ്ധൻ എന്നാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പം അദ്ദേഹം ഒരു ഗെയിമറും ഫുട്ബോളൊക്കെ ആകുന്നതിനൊപ്പം തന്നെ ആ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ നല്ല ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും നല്ല രീതിയിൽ വിശുദ്ധിയോട് ജീവിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അപ്പൊ അതിന്റെ നാമത്തിൽ നമുക്കുള്ള സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാണ് അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ അറിവ് വെച്ചത് ലോകത്തിലെ വിശുദ്ധ കാർലോ അക്യൂട്ടിസിന്റെ പേരിലുള്ള ആദ്യത്തെ പള്ളിയാണ് എന്നുള്ളതാണ് നമ്മളുടെ ഒരു അറിവ്. കാര്യം ഇന്നൊരു 4 കൂടിയാണ് അവിടുത്തെ ചടങ്ങ് നടക്കുന്നത്. അതാണ് ഡോക്ടർ അൻകുമാർ. അത് വിശ്വാസപരമായ കാര്യങ്ങളാണ്. പക്ഷെ അപ്പോൾ പോലും അതിലൊരു വലിയ കൗതുകവും പ്രത്യേകതയും ഉണ്ട് എന്നാണ് ഡോക്ടർ. ജീൻസും ടീഷർട്ടും നല്ല ഷൂ ഒക്കെ ഇട്ട് ഫുട്ബോളുമായിട്ട് കയ്യിൽ മൊബൈൽ ഫോണുമായിട്ട് നിൽക്കുന്ന വിശുദ്ധൻ. അത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഉണ്ടാവും കത്തോലിക്ക സഭയ്ക്ക്. കാലം മാറിയാണ്. പഴയ കാലത്ത് പുസ്തകമാണെങ്കിൽ ഇപ്പോൾ മൊബൈൽ ഫോൺ. ഇനിയിപ്പോൾ വിശുദ്ധന്മാരൊക്കെ ഒരു 100 വർഷം കഴിഞ്ഞിട്ട് പുതിയ വിശുദ്ധന്മാരുണ്ടാവുമ്പോൾ വിശുദ്ധന്മാർക്കൊക്കെ നമ്മുടെ രൂപവും നമ്മുടെ രീതിയും ഒക്കെ ആയിരിക്കും അല്ലെ. കയ്യിലൊരു മൊബൈൽ ഫോണൊക്കെ ഉണ്ടാവും, ഷൂ ഒക്കെ ഉണ്ടാവും, ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധൻ എന്നൊക്കെ വരും. അതൊക്കെ ഉണ്ടാവണം. വിശ്വാസം അതിന്റെ രീതിയിൽ മാറുമല്ലോ സ്വാഭാവികമായിട്ടും. 15 വർഷം മാത്രമേ ജീവിച്ചുള്ളൂ. രക്താർബുദത്തെ തുടർന്നാണ് അക്യൂട്ടിസ് മരിക്കുന്നത്. ഓൺലൈനിലൂടെ കത്തോലിക്ക വിശ്വാസം പ്രചരിപ്പിച്ച് കിട്ടിയ പേരോ ഗോഡ്സ് ഇൻഫ്ലുവൻസർ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഗോഡ്സ് ഇൻഫ്ലുവൻസർ എന്ന അറിയപ്പെട്ട കാർലോ അക്യൂട്ടിസ് ആണ് ഇന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുക. വത്തിക്കാനിലാണ് വൈകുന്നേരം 4 നടക്കുന്നത്. ആ ചടങ്ങിൽ ലിയോ 14 മാർപ്പാപ്പയാണ് കാർലോസ് അക്യൂട്ടിസിനെ ഇന്ന് വിശുദ്ധനായി പ്രഖ്യാപിക്കുക. സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ആയിരങ്ങൾ ചടങ്ങിന് സാക്ഷികളാകും. സൈബർ അപ്പോസ്തലൻ എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട് ഗോഡ്സ് ഇൻഫ്ലുവൻസറിന്റെ പേരിൽ. കൂടാതെ 2020 ഫ്രാൻസിസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരായി ഇദ്ദേഹത്തെ പ്രഖ്യാപിച്ചിരുന്നു. കത്തോലിക്ക സഭയിലെ ആദ്യത്തെ മില്ലേനിയൽ വിശുദ്ധ കാർലോ അക്യൂട്ടിസിന് 2006 15 വയസ്സ് മാത്രം ഉള്ളപ്പോഴാണ് രക്താർബുദം ബാധിച്ച് അന്ത്യം സംഭവിക്കുന്നത്. ജീൻസും ഷർട്ടും നൈക്കി ഷൂസും ഇട്ട അക്യൂസിന്റെ ഭൗതിക ശരീരം അസീസിയിൽ ചില്ലു ശവകുടീരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദൈവത്തിന്റെ ഇൻഫ്ലുവൻസർ. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ പൊതുവെ മലയാളികൾ ചിരിക്കുകയും വിമർശിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഇസ്ലാം മതത്തെ എന്തുമാത്രം വിമർശിക്കുന്നുണ്ട്, ഹൈന്ദവ മതത്തെ RSSനെയൊക്കെ എന്തുമാത്രം വിമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ അതിന് വിമർശനം ഉണ്ടാവും, തമാശകൾ വരും. അതിനോട് വൈകാരികമായിട്ട് പെരുമാറുന്നത് എന്തിനാണെന്ന് ഞാൻ ചിന്തിച്ചു പോയി. കമന്റ് ബോക്സ് കണ്ടു. കമന്റ് ബോക്സിലൊക്കെ ഭയങ്കരമായിട്ടും ഇപ്പം ഇസ്ലാം മതത്തിലുള്ള ഉസ്താദുമാരും മുഴുവൻ സോഷ്യൽ മീഡിയയിൽ കൂടെയാണല്ലോ. ഇപ്പം RSSന്റെയും ജയ് ശ്രീരാമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലാണ്. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ പ്രഭാഷണവും മറ്റൊക്കെ അച്ഛന്മാര് നൊവേനയും എല്ലാം ഓൺലൈൻ ആണല്ലോ. കുർബാന വരെ ലൈവ് ഓൺലൈൻ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. രോഗി ശുശ്രൂഷയും മറ്റൊക്കെ കാണിക്കുന്നത് ഈ പറയുന്ന ഇതിനകത്താണ്. സന്യാസിമാര് അവരുടെ പൂജകളും മറ്റതും, ഉസ്താദുമാര് അവരുടെ നബിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്, അതിനൊക്കെ ആൾക്കാർ നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട്. അല്ല, ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ജീവിക്കുന്നത് AI യുഗത്തിലാണ്. ഇപ്പം AI ആരെ കണ്ടുപിടിച്ച് നമ്മളാണ്. ഒരു പബ്ലിക് സ്പേസിൽ വന്നൊരു വാർത്ത അതിനെ വിമർശിക്കും സ്വാഭാവികമായിട്ടും. അല്ലാതെ ആരുടെയും കടപ്പുറയിൽ പോയി ആരെങ്കിലും ദൃശ്യങ്ങൾ പകർത്തിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ട് വെച്ചുകൊണ്ടുള്ള വിമർശനം വരുന്നത് അത് വാർത്തകളായി പുറം ലോകത്തോട്ട് വരുന്നതും ഈ മതവിശ്വാസികൾ തന്നെ റെക്കോർഡ് ചെയ്ത വീഡിയോസ് പുറത്തോട്ട് വിടുമ്പോൾ അവരെന്തിനാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോട്ട് ഇത് വിടുന്നത്? മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണ്. മറ്റുള്ളവർ കാണുമ്പോൾ ചിലപ്പോൾ അവർ അതിനോട് യോജിക്കുന്നവരും കാണും, അതിനോട് വിയോജിക്കുന്നവരും കാണും. 2025 ജീവിക്കുമ്പോഴും പുരോഗമന ചിന്താഗതി നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വിമർശിച്ചിരിക്കും. ചില വീഡിയോസിലൊക്കെ ചില കമന്റ്സിൽ തമാശയായിട്ട് എടുത്താൽ മതി. ഇതിനൊക്കെ എന്തിനാണ് ഇത്രയും കമന്റ് അടിക്കുന്ന ആളുടെ തന്തയ്ക്കും തള്ളക്കൊക്കെ വിളിക്കുന്നത് എനിക്കറിയത്തില്ല. സാധാരണ ഇസ്ലാം മതത്തെ നമ്മൾ വിമർശിക്കുമ്പോൾ അവരൊന്ന് പറയുന്നത് നിന്നോടല്ല പറഞ്ഞത്, ഞങ്ങളുടെ ആൾക്കാരോടെ പറയുന്നത്, നീ നിന്റെ കാര്യം നോക്ക്, നീ നിന്റെ ഇടപെടണ്ട, അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ വരുന്നത്. ഹൈന്ദവ മതത്തെ കുറിച്ച് പറയുമ്പം നിന്നെപ്പോലുള്ള രാജ്യദ്രോഹി എന്നുള്ള രീതിയിലുള്ള കമന്റ്സ് വരും. ചിന്തിക്കേണ്ട ഒരു കാര്യം, 2025 നമ്മളിപ്പോൾ AI കണ്ടുപിടിച്ച് നമ്മൾ മനുഷ്യരാണ്. അപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പം സ്വാഭാവികമായിട്ട് അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അദ്ദേഹം വെബ്സൈറ്റ് ഉണ്ടാക്കി
സുവിശേഷം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണല്ലോ, ദൈവത്തിൻ്റെ കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടി വെബ്സൈറ്റുകൾ അതൊക്കെ തന്നെ. ഞാനല്ലേ ഇസ്ലാം മതവിശ്വാസികളെ ഉസ്താദുമാരിപ്പം ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ RSSന് വേണ്ടി BJPയുടെ ഒക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്, സ്വാമിമാരും സന്യാസിമാരും പള്ളിയിലച്ചന്മാരും. കമ്പ്യൂട്ടറും അതുപോലെ തന്നെ വെബ്സൈറ്റുകളും വന്നപ്പം ആ ഒരു മേഖലയിലൂടെ എങ്ങനെയാണ് പൊതുജനത്തിലോട്ട് അവരവരുടെ മതവിശ്വാസം എത്തിക്കുക എന്നുള്ളതാണല്ലോ ഇവർ നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഈ ആഫ്റ്റർ കൊറോണ ഈ പറയുന്ന മാത്രം വിശ്വാസികളില്ല, കുറഞ്ഞു തുടങ്ങി. പൊതുജനത്തിന് അത്ര ഒരു വിശ്വാസം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ എല്ലാ മതത്തിലും ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്. ഇസ്ലാം മതത്തിൽ ആൾക്കാർ വിമർശിക്കുന്നുണ്ട്, അവരുടെ കഥകളും കാര്യങ്ങളൊന്നും അത്ര ഡൈജസ്റ്റബിൾ അല്ല എല്ലാവർക്കും. രണ്ടാമത് ഹൈന്ദവ മതം വരുമ്പം ക്രൈസ്തവ മതത്തിലോട്ടും വിമർശനം വരുന്നുണ്ട്. ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വിമർശിക്കുന്നു, കേരളത്തിലെ മുഖ്യമന്ത്രി വിമർശിക്കുന്നു. വിമർശനത്തിന് അതീതരല്ല ആരും. ചന്ദ്രനിൽ പോയത് ആരാന്ന് ചോദിച്ചാൽ ഇസ്ലാം മതവിശ്വാസികൾ പറയും അത് അവരുടെ ദൈവത്തിന്റെ പേര് പറയും, ക്രൈസ്തവ മതവിശ്വാസികൾ ആ ദൈവത്തെ പറയും, ഹൈന്ദവർ പറയുമ്പോൾ അത് ആ ദൈവത്തെ പറയും. എന്നില്ല, മതം എന്ന് പറയുന്ന ടോപ്പിക്ക് തന്നെ ഒരു യൂസ്ലെസ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ. പണ്ടൊരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ വരുമ്പോൾ, അവൻ ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ അവർക്ക് അവരുടെ ഒരു മനസ്സിന് ഒരു കംഫോർട്ട് കിട്ടാൻ വേണ്ടി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മളെക്കാളും ശക്തനായ ഒരു വ്യക്തിയോട് ഷെയർ ചെയ്യുമ്പം നമുക്കൊരു റിലാക്സേഷൻ, അദ്ദേഹം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും, നമ്മുടെ കൂടെ നിൽക്കും എന്നൊക്കെയുള്ള ഒരു വിശ്വാസം നമ്മൾ ഉണ്ടാവുകയും. ഈ മുകളിൽ മതങ്ങൾ മനുഷ്യൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ശിക്ഷിക്കപ്പെടും. അന്നൊന്നും നിയമങ്ങളില്ലാത്തൊരു കാലഘട്ടം, നല്ല നമുക്ക് ലോയൊക്കെ വരുന്നു. അതിന് മുമ്പുള്ളൊരു കാലഘട്ടം, നമുക്ക് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും. നരകമെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കൂടെ അൺസൈക്കിൾ ആയിട്ടുള്ള ലൈഫാണ്. നന്മ ചെയ്യുവാണെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോകും, അവിടെ നമുക്ക് ഹാപ്പി ലൈഫാണ് എന്നുള്ളൊരു സങ്കല്പം മനുഷ്യർക്കിടെ സ്ഥാപിച്ചെടുത്തു. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കുത്തിയും ഉള്ളോടെ വസ്തുക്കൾ കയ്യേറാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെയുള്ള ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും. കയ്യൊക്കൊള്ളവൻ കാര്യക്കാരൻ. മതം ഉണ്ടാക്കി മനുഷ്യന് നന്മയ്ക്ക് വേണ്ടിയുണ്ട്. ദൈവം ഇല്ലെന്ന് ഒരാൾ പറയുമ്പം ദൈവം ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇപ്പം ഞാൻ പറയാം ദൈവം ഇല്ല. അപ്പോൾ എൻ്റെ നേരെ ഹൈന്ദവ മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസികളും ക്രിസ്ത്യൻ മതവിശ്വാസികളും എല്ലാവരുടെ തെറി പറയാനും ബോളം ഉണ്ടാക്കാനും ഓർക്കണം. തെറി പറയാം എന്തിന്? ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ ദൈവം എന്നാ പഠിപ്പിച്ചിരിക്കുന്നത്? എല്ലാവരോടും ക്ഷമിക്കുക, നല്ല രീതിയിൽ പെരുമാറുക. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത്? വിമർശിക്കുന്നവരെ തെറി പറയാനാണ് ചെയ്യുന്നത്. ചിലരിപ്പം ഗുരുദേവന്റെ ആശയങ്ങളോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. രാഷ്ട്രീയപരമായ മുതലെടുപ്പുണ്ടിനകത്ത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ഈ മതങ്ങൾ ഉണ്ടുകൊണ്ടാണ് അവർ നമ്മളെ കാറ്റഗറൈസ് ചെയ്ത് വരുന്നത്. ഒരാളെ ഇലക്ഷൻ നിർത്തുമ്പോൾ പോലും അതാത് പർട്ടിക്കുലർ ഏരിയയിലെ മതം നോക്കിയിട്ടാണ് അവർ നിർത്തുന്നത്. കാസ്റ്റും സബ് കാസ്റ്റും നോക്കിയതിനു ശേഷമാണ് അവിടെ ഒരു വ്യക്തി നിർത്തുന്നത്. മതം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്ത് സ്വസ്ഥമായ ജീവിതമാണ്. തമ്മിൽ അടിയുണ്ടോ? ഇല്ല. നമ്മളൊരാളെ സഹായിക്കാൻ നമുക്ക് എന്തിനാണ് മതം? ആവശ്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അയൽവാസിയെ സഹായിക്കുന്നതിനാണ് മതം നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു സൗഹൃദത്തിന് വേണ്ടി മതം നോക്കേണ്ട ആവശ്യമില്ല. വിവാഹ ജീവിതത്തിലോട്ട് പോകുമ്പോൾ മതം നോക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ആ വ്യക്തിയെ നമുക്ക് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ കുടുംബക്കാരും വീട്ടുകാരും എല്ലാം ഇതിൻ്റെ തീർന്ന് ഇടപെടുവാണ്. നമ്മുടെ കൂട്ടരല്ല. നമ്മുടെ കൂട്ടറാണോ? നമ്മുടെ കൂട്ടരല്ല. ഇനി ഒരു മതം ഉണ്ടെങ്കിൽ തന്നെ മതത്തിൽ തന്നെ സബ് കാസ്റ്റ് പോവുകയാണ്. ഇത്ര കാസ്റ്റിലോട്ടാ പോകുന്ന ആലോചിച്ച്. അപ്പൊ നമ്മൾ മതം ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നേരെ കടിച്ചു കീറാൻ വരും. ആരുടെ ദൈവം ഏറ്റവും ശക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് ഇവർ തമ്മിൽ അടിക്കും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വാർത്തകൾ വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മീഡിയയിൽ വന്ന് പറയുന്ന കാര്യങ്ങളാണ് അവർ വിമർശിക്കുന്നത്. അത് നമുക്കിവിടെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ തെറി പറഞ്ഞും തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞുകൊണ്ടൊക്കെ എന്ത് വിമർശനമാണ്? ഒരാളൊരു കാര്യം തിരുത്താൻ ശ്രമിക്കാം. അതാണ് അതിന്റെ മാന്യത. നമുക്കിവിടുന്ന് മതം കിട്ടുന്ന നമ്മുടെ മാതാപിതാക്കൾ അവർ ജനിക്കുമ്പോൾ നമ്മളിലോട്ട് നൽകുന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ മതം സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒരു 18 വയസ്സ് പ്രായപൂർത്തിയാകുമ്പോൾ സ്വീകരിക്കാനുള്ള എടുക്കണം. പക്ഷെ അത് മതപണ്ഡിതന്മാരൊന്നും സമ്മതിക്കില്ല. കാരണം വെച്ചാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും മതത്തിലോട്ട് വരത്തില്ല. അങ്ങനെ വന്നാൽ ഈ മതം എന്ന് പറഞ്ഞാൽ ബിസിനസ്. ഇന്ന് ഗൂഗിൾ പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ എത്ര പേരുടെ പണി പോകും? അതിൻ്റെയൊക്കെ എത്ര ഇരട്ടിയായിരിക്കും. നാളെ മൂലം മതങ്ങളില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപുരോഹിതന്മാരും ആൾക്കാരും എന്ത് ചെയ്യും? ഇവരെങ്ങനെ ജീവിക്കും? പണിക്ക് പോകണ്ടേ? അത് വലിയ പ്രോബ്ലം അല്ലേ? ഇതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കമ്മ്യൂണിറ്റി ബിസിനസ്സുകൾ, അമ്പലം എടുത്താലും പള്ളി എടുത്താലും അതിനെ ചുറ്റിപ്പറ്റി എത്രയോ ആൾക്കാർ ജീവിക്കുന്നു. അതിൻ്റെ കമ്മിറ്റികളിൽ നിൽക്കുന്ന ആൾക്കാർ അവരും ഓരോ ബിസിനസ്സുകൾ ആ ബിസിനസ് വെച്ചുകൊണ്ടാണോ അല്ല പള്ളിയുടെ വികസനം അല്ല അമ്പലത്തിൻ്റെ വികസനത്തിലോട്ടൊക്കെ വരുമ്പോൾ റീകൺസ്ട്രക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഓഡിറ്റോറിയം ഈ വർക്കുകളൊക്കെ അവർക്ക് കിട്ടുമല്ലോ. അവർക്ക് പറയുന്ന ആൾക്കാർക്ക് വലിയ കമ്മീഷൻ ഒക്കെ ഒരുപാട് റൺ ചെയ്ത് പോകുന്നുണ്ട്. ഒരു വലിയ വിഭാഗത്തിൻ്റെ തൊഴിൽ ഇതിനെ ചുറ്റിപ്പറ്റി പോകുന്നുണ്ട്. അത് മോശമാണോ ശരിയാണോ എന്നൊക്കെ ആ വ്യക്തി പരിശോധിക്കുക. കമന്റ് ബോക്സ് എന്ന് പറയുന്നത് ഇതൊരു യുദ്ധഭൂമിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുമ്പോഴോ ഉണ്ടാക്കി നമ്മൾ എന്നിട്ട് പറയും നമ്മുടെ യുവാക്കൾ പിഴയാണ്, എല്ലാം കഞ്ചാവും വെള്ളവും ഒക്കെയാണ്, വായെടുത്ത് തെറി മാത്രമേ പറയത്തുള്ളൂ. നമ്മൾ ഈ കമന്റ് ബോക്സിൽ ഇടുന്ന കാര്യങ്ങളൊക്കെ ഈ തലമുറയുള്ള കുട്ടികൾ കാണുന്നുണ്ട്. വാർത്തകൾ കേൾക്കുമ്പോൾ അതിൻ്റെ അകത്ത് വന്ന് തെറി പറയുക എന്നുള്ളത്, അങ്ങോട്ടും ഇങ്ങോട്ടും മതം പറഞ്ഞ് തെറി പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെയാണ് അവർ കാണുന്നത്. അവരപ്പോൾ എന്താ പഠിക്കേണ്ടത്? യുവതലമുറ പഠിക്കേണ്ടത് മതമല്ല, അവർ പഠിക്കേണ്ടത് സയൻസാണ്. നമ്മൾ പിള്ളേരെ സയൻസ് പഠിപ്പിക്കുക, അതിൻ്റെ ഇടയ്ക്ക് തന്നെ മതവും പഠിപ്പിക്കും. പിള്ളേരൊക്കെ അപ്പം കൺഫ്യൂഷൻ ആവും. എന്താണ് പഠിക്കേണ്ടത്? മതമാണോ വലുത്, സയൻസാണോ വലുത്? കുറേ ആൾക്കാർ പറയും സയൻസും മതത്തോടെ ഒരുമിച്ച് പഠിക്കാൻ. രാവിലെ ഈശ്വര പ്രാർത്ഥനയല്ലും എന്നിട്ട് നമ്മൾ സയൻസ് പഠിക്കാൻ പോകും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, സയൻസ് പഠിപ്പിക്കേണ്ട, പിള്ളേരെ മതം മാത്രം പഠിപ്പിച്ചാൽ മതി. ഈ മതപുരോഹിതന്മാരെല്ലാവരും പറയുന്നത് മതമാണ് വലുത്, മതമാണ് വലുത്. എന്നാൽ പിന്നെ സയൻസ് എന്തിനാണ് പഠിപ്പിക്കുന്നത്? മതവും ആ മതവുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, ആ മതവുമായിട്ട് ബന്ധപ്പെട്ട നടൻ, അണികൾ, ആരാധകർ, ഭക്തർ, അങ്ങനെയായിട്ട്
ആ യുവതലമുറ ജീവിച്ചാൽ മതിയില്ല. അവരെന്തിനാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്? എന്തിനാണ് നമ്മുടെ പുതിയ ഗവേഷണങ്ങളും നമ്മൾ ISRO ഒക്കെ എന്തിനാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി? ഇപ്പോൾ വയനാട്ടിലൊക്കെ എന്തുമാത്രം ഇഷ്യൂസ് ഉണ്ടായി. നമുക്കറിയാം 2018 ഉണ്ടായതും എത്രയോ ആൾക്കാർ ഭൂമിക്കടിയിൽ വീടോടുകൂടി പോയിരിക്കുന്നത്. അതിനകത്ത് ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിംസും ഒക്കെ ഇല്ലേ, എത്ര പേരുടെ ബോഡി കിട്ടി. ഇന്നിപ്പോൾ ഉത്തരാഖണ്ഡിൽ ഒരു ഗ്രാമം തന്നെ ഭൂമിക്കടിയിലാണ്. നമ്മുടെയൊക്കെ ഇവിടെ ബോഡി എടുക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് സർവീസായിട്ട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അങ്ങോട്ടൊന്നും JCB പോലും ചെന്ന് സർവീസ് ചെയ്യാൻ പലയിടത്തും വരുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ അവിടെയൊക്കെ ഹൈന്ദവരും ക്രൈസ്തവരും ഇസ്ലാം മതവിശ്വാസികളൊക്കെ ഉണ്ട്. ഒരു ദൈവങ്ങളും അവിടെ വന്നില്ല. വന്നത് ഈ സർവീസ് ചെയ്യാൻ വേണ്ടി, മണ്ണ് മാറ്റാനും ഒക്കെ എടുത്തു മാറ്റി ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് മിലിറ്ററിയുടെ ഭാഗമായിട്ട് വന്നു. അല്ലാതെ സർവീസ് എന്നുള്ളതിൽ പൊതു സർവീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എക്സ് മിലിറ്ററി അങ്ങനെയൊക്കെയുള്ളത്. അവർ വന്നു. എന്നിട്ട് എത്ര പേരെ കിട്ടി? ഗുജറാത്തിൽ വെച്ച് ഫ്ലൈറ്റ് തകർന്നു പോയി, ഒരാൾ മാത്രം എന്തോ. അപ്പോൾ എല്ലാവരും പറയും ഭാഗ്യം കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു, ദൈവാനുഗ്രഹം. മനുഷ്യൻ്റെ കാര്യം ഭയങ്കരമാണ്. മനുഷ്യൻ നന്നാവാൻ വേണ്ടിയാണ് മതങ്ങൾ, തമ്മിൽ തല്ലാൻ വേണ്ടിയല്ല. അത് മനുഷ്യൻ മനസ്സിലാക്കുക. ചില കാര്യങ്ങളൊക്കെ ഫണ്ണി ആയിട്ട് എടുക്കുക. ആൾക്കാർ വന്ന് കമന്റ് ചെയ്യുന്നത്, വിമർശിക്കുന്നത്. നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു, രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കുന്നു. ഈ മതം എന്ന് പറയുന്നത് ഞാൻ പറയില്ലേ, ഈ മനുഷ്യനായിട്ട് രൂപീകരിച്ചൊരു സാധനമാണ് മതം. ഭൂമിയിൽ മനുഷ്യൻ വന്നതിന് ശേഷമാണ് ഈ മതങ്ങളൊക്കെ വന്നത്. അതുകൂടെ മനസ്സിലാക്കുക. തെറിവിളിയും മറ്റേ കമന്റ് ബോക്സിലൊക്കെ ഒഴിവാക്കുക. നമ്മൾ തലമുറ, പുതുതലമുറയ്ക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത്? കമന്റ് ബോക്സ് വന്ന് തെറി പറയുക, പച്ചക്ക് തെറി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക. എന്റെ ദൈവമാണ് ശക്തി, നിന്റെ ദൈവമല്ല ശക്തി, നീ തീവ്രവാദിയാടാ. അത് നരകത്തിപ്പോത്. ഈ സ്വർഗവും നരകവും തീവ്രവാദി ഇതൊക്കെ വിട്ടിട്ട് മനുഷ്യനായിട്ട് ജീവിക്കാൻ പഠിക്കുക. നല്ലൊരു സിറ്റിസൺ ആകാനാണ് മനുഷ്യൻ പഠിക്കേണ്ടത്. തമ്മിലിങ്ങനെ മതത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇന്നിപ്പം കമന്റ് ബോക്സുകളാണല്ലോ ഇന്ത്യക്ക് ഒരു പടം. വർഗീയതയുടെ ഏറ്റവും വലിയ ഈറ്റില്ല. ഈ മതം എന്ന സാധനം എടുത്ത് മാറ്റിയാൽ തന്നെ ഈ ഭൂമി പകുതി സ്വസ്ഥത കിട്ടും. ഈ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം എടുത്തു നോക്കിയാലും, ഇസ്രായേലും ഗാസയും എടുത്ത് വംശീയത, ഇതിന്റെ അടിസ്ഥാന പ്രശ്നം എന്താണ്? ഈ ലോകത്ത് നടന്ന യുദ്ധങ്ങളും കൊലകളും കലാപങ്ങളും നടന്നിരിക്കുന്നത് എന്തിന്റെ ബേസിലാണ്? ഇതിന്റെയൊക്കെ ഉറവിടം തപ്പാൻ പോയി കഴിഞ്ഞാൽ മതമാണ്. പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു വോട്ട് ബാങ്കാണ് ഈ മതങ്ങൾ. കാരണം മതപുരോഹിതന്മാരുമായിട്ടുള്ള അവരുടെ ബന്ധവും ഇത് കിട്ടണ്ടേ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ടേക്ക് കെയർ.